നമുക്ക് മനസ്സിലാകാത്ത ചില യാഥാർത്ഥ്യങ്ങളും നമുക്കറിയാത്ത അനുഭവങ്ങളിലൂടെ ജീവിക്കുന്ന കുറേയധികം മനുഷ്യരുമുണ്ട്. ആട്ടിപ്പായിക്കുന്നവരുടെയും അവഗണനയുടെയും ഒക്കെ ഇടയിൽ ഒരിറ്റ സ്നേഹത്തിനായി കാത്തുനിന്ന് ഒടുവിൽ ശ്വാസം മുട്ടിതം ജീവിച്ചു തീർക്കുന്ന മനുഷ്യർ. അവർ തോറ്റുപോയവരല്ല, അവരുടെ അവസ്ഥ അതാണ്. ഏറ്റവും പാവം മനുഷ്യർ, അതിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. പലപ്പോഴും നമ്മൾ പറയുന്ന വിശാലമായ ലോകത്തേക്ക് ഇറങ്ങി വരാൻ അവരെ കൊണ്ടാവില്ല. ഒരഭയവുമില്ലാത്തവന് ഈ വിശാലമായ ലോകം വലിയൊരു ശൂന്യത മാത്രമാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് നോക്കി നമ്മൾ ആരെയും വിലയിരുത്തരുത്. അവരുടെ കണ്ണുനീരിൻ്റെ ആഴം അളക്കാൻ അവരുടെ സെയിം അനുഭവങ്ങളുടെ പിന്തുണയില്ലാതെ നമുക്കാവില്ല. പലരും അത്തരം നരകതുല്യമായ സാഹചര്യങ്ങളിൽ തുടരുന്നത് അവിടെ ഉള്ളവരോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടോ ആത്മാഭിമാനം ഇല്ലാത്തത് കൊണ്ടോ അല്ല, മറിച്ച് മറ്റൊരു വഴിയുമില്ലാത്തത് കൊണ്ടായിരിക്കണം. തകർന്നുപോയ ചിറകുകൾ, വർഷങ്ങളായ അവഗണനയും മാനസികമായ പീഡനങ്ങളും ഒരു മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞിട്ടുണ്ടാകും. തനിക്കൊറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന ഭയം അവരുടെ ഉള്ളിൽ വേരൂന്നിയിട്ടുണ്ടാകാം. പോകാൻ ഒരിടമില്ലാത്ത അവസ്ഥ ഇറങ്ങിപ്പോകാൻ പറഞ്ഞവർക്കറിയില്ലല്ലോ. ആ മനുഷ്യർക്ക് തലചായ്ക്കാൻ മറ്റൊരിടമില്ലെന്നുള്ളത്. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാത്ത അവസ്ഥ എത്രത്തോളം ഭയപ്പെടുത്തുന്നതാണെന്ന് അനുഭവിച്ചിട്ടുള്ളവർക്കല്ലേ അറിയാൻ കഴിയും. കുട്ടികളുടെ ഭാവി, സാമ്പത്തിക പരാധീനതകൾ, അല്ലെങ്കിൽ സമൂഹത്തെ പേടി, അങ്ങനെ സ്വന്തം കണ്ണുനീരിനേക്കാൾ മറ്റുള്ളവരുടെ നന്മയെ കരുതി സ്വയം ഉരുകിത്തിരുന്നവരാണ് പലരും. ആട്ടിപ്പായിക്കുന്നവരുടെ മുന്നിൽ, അവഗണിക്കുന്നവരുടെ നിഴലിൽ എല്ലാം സഹിച്ച് ജീവിച്ചു തീർക്കുന്നവർ തോറ്റുപോയവരല്ല. ഉള്ളിലെ സങ്കടക്കടൽ പുറത്തു കാണിക്കാതെ ഒരിറ്റ സ്നേഹത്തിനായി കാത്തു നിൽക്കുന്ന ഏറ്റവും പാവം മനുഷ്യരാണ്. കൂട് തകർക്കപ്പെട്ട പക്ഷികൾക്ക് ആകാശം എത്ര വിശാലമാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവയ്ക്ക് പറക്കാൻ കഴിയില്ല. അതുപോലെയാണ് ചില മനുഷ്യരുടെ ജീവിതവും. പുറത്തുനിന്ന് വിധി എഴുതാൻ എളുപ്പമാണ്, എന്നാൽ ഉള്ളിൽ അവരനുഭവിക്കുന്ന വേദനയുടെ ആഴമളക്കാൻ ആർക്കും കഴിയില്ല.